അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കൈഫൽ ഹാൽ? സൈൻ? അൽഹംദുലില്ലാ. കൂട്ടുകാരെ, നമ്മൾ ഖുഫാഷിൻ്റെയും ബബ്ആഇൻ്റെയും സംഭാഷണമാണ് പഠിച്ചത്. കാണാൻ ഭംഗിയുള്ള ബബ്ആ കാണാൻ ഭംഗിയില്ലാത്ത ഖുഫാഷിനെ കളിയാക്കി സംസാരിച്ചു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ രാത്രിയായി. ബബ്ആ ചിന്തിച്ചു, ഇനി എങ്ങനെ ഞാൻ എൻ്റെ കൂട്ടിലേക്ക് പോകും? കാരണം ബബ്ആവിന് രാത്രിയിൽ കണ്ണ് കാണാൻ കഴിയില്ല, പറക്കാൻ കഴിയില്ല. അപ്പോൾ ഖുഫാഷ് എന്ത് ചെയ്തു? സഹായിക്കാമെന്ന് പറഞ്ഞു. കാരണം ഖുഫാഷിന് നമുക്കറിയാം, രാത്രിയിൽ കാഴ്ചശക്തിയുണ്ട്, എവിടെയും പറക്കാനും കഴിയും. അങ്ങനെ കളിയാക്കിയ ആരെയാണോ ബബ്ആ കളിയാക്കിയത്, ആ ഖുഫാഷ് എന്ത് ചെയ്തു? ബബ്ആവിനെയും കൊണ്ട് രാത്രിയിൽ കൂട്ടിലേക്ക് പറന്ന് പോവുകയാണ്. ടെക്സ്റ്റിൽ നിങ്ങൾ പേജ് നമ്പർ 70 നമുക്കൊരു പിക്ചർ കാണാം. അവിടെ ഖുഫാഷിൻ്റെ പുറത്ത് ബബ്ആ ഇരിക്കുന്നത് കാണാം. കുറച്ചകലെ മരത്തിൽ കുറച്ച് പ്രകാശം കാണാം നമുക്ക്. അപ്പോൾ പോകുന്ന വഴിയിൽ ബബ്ആ ചോദിച്ചു, എന്താണ് ആ കാണുന്നതെന്ന് ഖുഫാഷിനോട് ചോദിച്ചു. അപ്പോൾ ഖുഫാഷ് അതിന് മറുപടി പറയാണ്. നിങ്ങൾ പേജ് നമ്പർ 70 എടുത്ത് കൈവയ്ക്കുക. ഹെഡിങ് ഇങ്ങനെയാണ്: ലാ തസ്ഹർ, നീ കളിയാക്കരുത്, നീ പരിഹസിക്കരുത്. കൈവയ്ക്കുക എല്ലാവരും. സാർ വായിക്കുമ്പോൾ കൂടെ വായിക്കണം. തിൽക ജമാഅത്തുൻ മിനൽ യറാഅത്ത്. ഖുഫാഷ് പറയാണ്, അത് മിന്നാമിനിങ്ങളുടെ ഒരു കൂട്ടമാണ്. യറാഅത്ത്, മിന്നാമിന്നി, യറാഅത്ത് അതിൻ്റെ പ്ലൂറൽ മിന്നാമിനിങ്ങൾ. ഹുന്ന സ്വദീഖാത്തുന, അവ നമ്മുടെ കൂട്ടുകാരാണ്. സ്വദീഖാത്തുന, അവ നമ്മുടെ കൂട്ടുകാരാണ്. തൂത്തി ഹാദിഹിൽ ഹഷറാത്ത്, ഈ പ്രാണികൾ നൽകുന്നു. അന്നൂർ, പ്രകാശം നൽകുന്നു. ഹഷറാത്ത്, യറാഅത്ത്, മിന്നാമിന്നി അനിമലല്ല, ഹയവാനല്ല. ത്വാഇർ, ബേഡല്ല. പിന്നെ ആരാണ്? ഹഷറത്ത്, പ്രാണികൾ, ഇൻസെക്ട്സ് ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രകാശം നൽകുന്നു. വലിയ കുല്യ ഖൽഖിൻ, എല്ലാ സൃഷ്ടികൾക്കും മീസാത്തുൻ ഷത്ത, പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. കമ അത്തീറു അനാഫിൽ ലൈല, ഞാൻ രാത്രിയിൽ പറക്കുന്നത് പോലെ. എന്നെ കാണാൻ ഭംഗിയില്ലെങ്കിലും എനിക്ക് കഴിവുണ്ട്, വേറെ കഴിവുണ്ട്. എന്താ കഴിവ്? ഞാൻ രാത്രിയിൽ എന്ത് ചെയ്യുന്നു? പറക്കുന്നു. അതേപോലെ രാത്രിയിൽ നമുക്ക് പ്രകാശം നൽകുന്ന പ്രാണികളാണ് ഹഷറത്ത്. മൃഗങ്ങളല്ല, ഹഷറത്ത്, പ്രാണികളാണ്. ആര്? യറാഅത്ത്, മിന്നാമിന്നി. വലിസാലിക്ക, അതുകൊണ്ട് ലാ തസ്ഹർ മിൻ അഹദിൻ, നീ ആരെയും എന്ത് ചെയ്യരുത്? പരിഹസിക്കരുത്, കളിയാക്കരുത്. നേരത്തെ ബബ്ആ ഖുഫാഷിനെ കളിയാക്കി അല്ലേ. പക്ഷേ രാത്രിയിൽ ഖുഫാഷിന് കണ്ണ് കാണാം, ബബ്ആവിന് അതിന് കഴിയില്ല. അപ്പോൾ ആരെയും എന്ത് ചെയ്യരുത്? കളിയാക്കരുത്. അങ്ങനെ അവരെന്ത് ചെയ്തു? ബബ്ആവിനെ ഖുഫാഷ് കൂട്ടിൽ കൊണ്ടുവന്ന് ആക്കി. അപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്നവർ ഒരു പക്ഷേ നമുക്കെന്ത് ചെയ്യാം? പല സഹായങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരായിരിക്കാം. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ശരിക്കും വായിക്കണം. ഓക്കെ, അടുത്ത പേജ് നമ്പർ 71 കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചർ യറാഅത്തിൻ്റെ ആണ്, മിന്നാമിന്നിയാണ്. അടുത്ത പിക്ചർ ഖുഫാഷാണ്. പിന്നെ ഫറാഷത്ത്, അടുത്തത് ത്വാവൂസ്, ഏറ്റവും താഴെ ഉസ്ഫൂർ ഉണ്ട്. ഇനി ഈ പിക്ചർ നോക്കി നിങ്ങൾ അതിന് യോജിച്ച കുറച്ച് സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കണം. ഫസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് മിന്നാമിന്നി, യറാഅത്തിന് നേരെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അന ഹഷ്റത്തുൻ സ്വഈറ, ഞാൻ ചെറിയ ഒരു പ്രാണിയാണ്, ഇൻസെക്റ്റ് ആണ്. ഹഷറത്ത്. അന യറാഅത്ത് കൊടുത്തില്ല, ഞാൻ മിന്നാമിന്നിയാണെന്ന് എഴുതണ്ട. അന ഹഷ്റത്തുൻ, ത്വാഇറാണോ ഹയവാനാണോ ഹഷ്റത്താണോ താഴോട്ടതൊക്കെ അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇവിടെ മിന്നാമിന്നി ഹഷ്റത്തായതുകൊണ്ട് അന ഹഷ്റത്തുൻ സ്വഈറ, ഞാൻ ചെറിയ ഒരു പ്രാണിയാണ്.
ഒളിയു ഫില്ലേ, ഞാൻ രാത്രിയിൽ എന്ത് ചെയ്യുന്നു? പ്രകാശിക്കുന്നു. രാത്രിയിൽ ഞാൻ പ്രകാശം, വെളിച്ചം നൽകുന്നു. അപ്പോൾ അത്രയും ചെറിയ സെൻറ്റൻസുകളാക്കി ബാക്കി താഴെയുള്ളതൊക്കെ എഴുതണം. അപ്പോൾ അടുത്തത് ആരാണ്? ഖുഫാഷാണ്. ഖുഫാഷ് ഹയവാനാണോ, ത്വാഇറാണോ, ഹഷ്റത്താണോ? ത്വാഇറാണ് അല്ലേ. അപ്പോൾ അന ത്വാഇറുൻ അസ്വദുൻ. അതുപോലെ താഴെയുള്ളത് ഫറാഷത്ത്. ഫറാഷത്ത് ത്വാഇറാണോ? അല്ല. ഹയവാനാണോ? അല്ല. ഹഷ്റത്താണ് അല്ലേ, പ്രാണിയാണ് ഫറാഷത്ത്. അപ്പോൾ എന്ത് ചെയ്താന? ഹഷ്റത്തുൻ സ്വഈറ. പിന്നെ സെൻറ്റൻസുകൾ താഴെ എഴുതണം. അതേപോലെ മയില് അല്ലേ, ത്വാവുസ് ഹയവാനാണോ, ഹഷ്റത്താണോ? അല്ല, ത്വാഇറാണ്. ഉസ്ഫൂറും ത്വാഇറാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് താഴെയുള്ളത് അത് പൂർത്തിയാക്കണം. ഈ കൊടുത്തിരിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്കത് പൂർത്തിയാക്കാവുന്നതാണ്. യോജിച്ച വാക്കുകൾ എന്ത് ചെയ്താൽ അതിൻ്റെ യോജിച്ച പിക്ചർ നേരെ എഴുതുക. സാർ ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാം. അത്വീറു എന്താ അർത്ഥം? ഞാൻ പറക്കുന്നു. അർക്കുസു ഞാൻ നൃത്തം ചെയ്യുന്നു. ഫിൽ ലൈലി ജയ്യിദൻ രാത്രിയിൽ നല്ല പോലെ. അതുപോലെ ഫിൽ ഉഷി കൂട്ടിൽ. ത്വാഇറുൻ ജമീലുൻ ഭംഗിയുള്ള പക്ഷി. ത്വാഇറുൻ അസ്വദുൻ കറുത്ത പക്ഷി. ഹഷറത്തുൻ മുലവ്വന നിറങ്ങളുള്ള പ്രാണി. മുലവ്വന നല്ല നിറങ്ങളുള്ള പ്രാണി. അതായത് ഇതിനോട് ചോദിച്ചാൽ നമുക്കറിയാം അല്ലേ, ഹഷറത്തുൻ മുലവ്വന നിറങ്ങളുള്ള പ്രാണി. ത്വാഇറുൻ സ്വഈർ ചെറിയ പക്ഷി. അസ്കുനു ഞാൻ താമസിക്കുന്നു. അപ്പോൾ ഈ വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ പിക്ചറിന് നേരെ സെൻറ്റൻസ് പൂർത്തിയാക്കാൻ കഴിയും. അത് വച്ച് എന്ത് ചെയ്യണം? നിങ്ങളെ ടെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. പേജ് നമ്പർ 70 വായിക്കുന്നതിൻ്റെ വീഡിയോ ടീച്ചറിന് അയച്ചു കൊടുക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും